ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നാസ്നീൻസ് ഫാമിലി. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചൊരു മടി പിടിച്ച ദിവസം കൂടെയാണ്. അപ്പോൾ ഞാനും ആമിയും എല്ലാവരും ലേറ്റായിട്ടോട്ടോ എണീറ്റത്. അപ്പോൾ അതുണ്ടോ ബാക്ക് വശത്തൊക്കെ ഇങ്ങനെ ഒരുപാട് കരിയിലകൾ വീണ് കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി കത്തിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും ആമീൻ്റെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ യൂണിഫോം ഒന്നും. അപ്പോൾ അത് മാത്രം ഞാനൊന്ന് പുറത്തുനിന്ന് കഴുകി കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ ചീരവിത്ത് പാകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൽ റെഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, ചുമന്ന ചീരേൻ്റെ മാത്രം. പച്ച ചീരേൻ്റെത് ഉണ്ടായിട്ടില്ല. അതെന്താണെന്നറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാനത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് നട്ടിട്ടുള്ളത്, വിത്തൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഒന്ന് മാത്രമേ മുളച്ച് വരുന്നുള്ളൂ കേട്ടോ. ഇനി അതിന് സമയം എടുക്കുമോ എന്നുള്ളത് അറിയില്ല. അതേപോലെ ബാക്ക് വശത്തെ മതിലിലൂടെ ഞാനിങ്ങനെ ചട്ടിയിൽ ഒരുപാട് ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ഞാൻ ഫുൾ കറ്റാർവായ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എൻ്റെ കറിവേപ്പില കുറേ നാളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അത് പോയിട്ട് പിന്നെയും ഉണ്ടായി വരുന്നത് കാണുമ്പോൾ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. ഇതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങളിങ്ങനെ ഇതേപോലെ കുറേ കവറിലാക്കിയിട്ട് പച്ചക്കറികൾ നട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വളരാൻ തുടങ്ങുമ്പോൾ അതിനൊരു സ്ഥലം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആമി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ മേലെ കൊണ്ടുവെക്കായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള സമയം കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഇന്നൊരു പച്ചക്കറി ഐറ്റംസൊക്കെ വെച്ചിട്ടൊരു ചെറിയ ഫുഡ് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ആമിക്ക് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ കൂടെ ഒരു മോരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിമോര് എന്ന് പറയാം കേട്ടോ അവൾ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ഉള്ളിമോരൊക്കെ ഉണ്ടാക്കി. ഞാനെങ്ങനെ കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ആദ്യം കട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് മുഴുവൻ അവിടെ ഉണ്ടാകുന്ന എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാട്ടോ ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ എനിക്കിഷ്ടം. കാരണം ലാസ്റ്റ് ഒരുപാട് പണികൾ ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതേപോലെ എല്ലാം നീറ്റാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നലുണ്ട് കേട്ടോ. ഇവിടെ പാപ്പുവിന് ഇതേപോലത്തെ കേബേജ് തോരനൊന്നും ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഞാനും അമ്മയും മാത്രമേ കഴിക്കുള്ളൂ. എന്നാലും ഞങ്ങൾ ഒറ്റയ്ക്ക് രണ്ടുപേരും കഴിക്കാനാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇനി പാപ്പുവിനെ ഒന്ന് ഒരു ചെറിയൊരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആമിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഉള്ളിമോരൊക്കെ കൊടുത്തിട്ട് ഉള്ളിമോരും കൂട്ടിയിട്ട് അവൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അവളാണ് ഫസ്റ്റ് കഴിക്കുക കേട്ടോ. പാപ്പുവിന് പിന്നെ ഞാൻ വാരി കൊടുക്കുക ചെയ്യുക ചില ദിവസങ്ങളിൽ. അല്ലാത്ത ദിവസങ്ങൾ അവർ ഒറ്റയ്ക്ക് കഴിക്കും കേട്ടോ. അപ്പോൾ ആമി ഇങ്ങനെയുള്ള ദിവസം ആമിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ആമി നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ ടെറസിലുള്ള ചെടികളൊക്കെ രാവിലെയും വൈകിട്ടും നനയ്ക്കേണ്ടി വരും കേട്ടോ ചില ദിവസങ്ങളിൽ. കാരണം നല്ല വെയിലാണല്ലോ ഇപ്പം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് കേട്ടോ. അതേപോലെ ഈ ബാൽക്കണിയിൽ ഇപ്പം ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനും കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഉഷാറായപ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഇനി നേരത്തെ കൊണ്ടുവച്ചാൽ ഗ്രോ ബാഗിലുള്ള ചെടികളോട് ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.